ഹലോ, എല്ലാവർക്കും ഡിവൈൻ പെറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ വലിയ കഥ പറച്ചിലൊന്നുമില്ല, നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് കാണിക്കാമെന്ന് ഓർത്തു. ഇനി മുതൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബോട്ടിലിംഗ് ടാങ്കുകളുണ്ട്. ഇപ്പോൾ എല്ലാം ഗ്ലാസ് ടാങ്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കുറച്ച് പഴയതൊക്കെ ക്ലീൻ ചെയ്യുന്നു, അതുപോലെ പുതിയ കുറച്ച് ആൾക്കാരെ ബോട്ടിൽ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ കുറച്ച് കഥ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പണിയിലേക്ക് കയറാം. ഈ ഇരിക്കുന്ന ടാങ്കിളാണ് നമ്മൾ ഇന്നത്തേക്ക് എടുത്തേക്കുന്നത്. ബാക്ക് ലൈനിലിരിക്കുന്ന ടാങ്കിളാണ് മെയിൻലി. ഓക്കെ, മൊത്തത്തിലൊന്ന് റെഡിയാക്കാനുണ്ട്. 2 ടാങ്ക് എടുത്തിട്ടുണ്ട്. ഇത് കൂട്ടി ടാങ്കുകൾ ഇവിടെ മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കാം. അവസ്ഥ ഇരിക്കുന്ന കണ്ടില്ലേ. ഇതെല്ലാം ഒന്ന് മുകളിലെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് താഴെ ആവശ്യമുള്ളവരെ നമുക്ക് മുകളിലോട്ട് ഇട്ടിട്ട് ബാക്കി ഇവിടെ മൊത്തം നമുക്കൊരു പുതിയ ബാച്ചിനെ ബോട്ടിൽ ചെയ്യാം. അപ്പോൾ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിത് തിരിച്ച് അടുക്കാം. ഗ്ലാസ്സിൽ പണിയുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് പണിയണം. നമ്മൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൈ മുറിയാനുള്ളത് എപ്പോഴും മുറിഞ്ഞിരിക്കും. ഇത് നമ്മൾ എന്ന് ചില്ല പണിതാലും നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു മുറിവ്. കഴിഞ്ഞ പ്രാവശ്യം മുറിഞ്ഞത് ഇതാണ് അല്ലേ സാർ? ഇത്രയും സ്ഥലം കീറിപ്പോയായിരുന്നു. നമ്മൾ ഗ്ലാസ്സിൽ പണിയുമ്പം പറ്റുവാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ പണിയാം. അപ്പോൾ പിന്നെ നമുക്ക് വലിയൊരു പ്രശ്നമില്ല. എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ എൽസാമോളാണ്. അടുത്തേക്ക് വെച്ചോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ടാങ്കിലേക്ക് കുറച്ച് പേരെ ബോട്ടിൽ ചെയ്യണ്ടേ. അപ്പോൾ നമുക്കിത് ഈ കുളത്തിൽ നിന്ന് എടുക്കാം. അത് കുറച്ച് നീമോ ഗാലക്സികൾ കിടപ്പുണ്ട്, മൾട്ടി കളർ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവന്മാരെ കുറച്ചെണ്ണത്തിനെ പിടിച്ച് അവിടെ ഇടാം. ഇനി ഗ്ലാസ് ടാങ്കിൽ ബോട്ടിൽ ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് പറഞ്ഞോളാം. നമ്മളിവിടെ എല്ലാം മാറ്റുവാണല്ലോ, ബോട്ടിൽ നിന്ന് ഗ്ലാസ് ടാങ്കിലേക്ക്. എല്ലാം ഒന്നും പോസിബിൾ അല്ല, എന്നാലും നല്ല ക്വാളിറ്റിയുള്ള മീനെ അങ്ങോട്ട് മാറ്റാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് പെട്ടെന്ന് പറഞ്ഞുതരാം. ഒന്ന്, കുറഞ്ഞ സ്പേസിൽ കൂടുതൽ അളവ് കൊള്ളും വെള്ളത്തിൻ്റെ വോളിയം. അപ്പം നമ്മളിവിടെ എടുക്കുന്ന അളവെന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ 18 സെൻറ്റിമീറ്റർ വീതി എന്ന് പറയുന്നത് ഒരു 10 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ അത്രയും സ്ഥലത്ത് തന്നെ നമുക്ക് കണക്ക് കൂട്ടി വയ്ക്കാൻ തന്നെ ഒരു 1.5 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ നമ്മളൊരു കുപ്പി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം കൊള്ളത്തില്ല. അപ്പോൾ അതൊരു കാര്യം. കൂടുതൽ അളവിൽ കിടക്കുമ്പോൾ മീനിന് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ വളർന്നു വരും. ഇനി രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലി ടാങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും കുറച്ചും കൂടെ സ്പീഡിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഗ്രോത്ത് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വെള്ളം പെട്ടെന്ന് അഴുകി പോവില്ല. നമ്മൾ തീറ്റ കൊടുത്താലും വെള്ളം മോശമാവുന്ന ആ ഒരു സ്പീഡ് കുറവുണ്ട്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ കൺഫർമേഷന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം. ഇനിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ടാങ്കിൽ ബോട്ടിൽ ചെയ്യുമ്പോൾ മീനുകൾ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പേടി അങ്ങോട്ട് പോകും. ബോട്ടിലിങ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനാണെങ്കിലൊക്കെ എളുപ്പമായിരിക്കും. മീനിനെ ചില്ലി ടാങ്കിൽ മേടിച്ചിട്ടല്ല അവർക്ക് നമ്മളെ കാണുന്നതിൻ്റെ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പാർട്ടീഷൻ ചെയ്ത് വെക്കാൻ എളുപ്പമുണ്ട്. ഇവിടെ കാണിച്ചാൽ ഇവിടെ നമ്മൾ അലൂമിനിയത്തിൻ്റെ ഷീറ്റാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ല. എളുപ്പത്തിൽ തന്നെ നമുക്കത് പൊക്കി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഫ്ലെയർ ചെയ്യിക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ക്വിസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഈ വീഡിയോയിൽ കാണുന്ന ബെറ്റ കുഞ്ഞുങ്ങൾ ഏത് വെറൈറ്റി ആണെന്ന് പറയാമോ? നിങ്ങൾ കാണുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു ബൊറാൻസൈ ബെറ്റ ഗിഫ്റ്റായി കിട്ടും. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസും നമ്മൾ ചെയ്യട്ടെ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മെയിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതെനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ബിൽഡറായിരിക്കും. ഓക്കെ, എനിവേ, അപ്പോൾ നിങ്ങളുടെ പുതിയ സജഷൻസും അതുപോലെ വീഡിയോയ്ക്കകത്ത് ഇടേണ്ട സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ കമൻറ്റ്സ് നോക്കി നമ്മൾ വീഡിയോസ് ചെയ്യുക. നല്ല സജഷൻസ് ഉള്ള കമൻറ്റ്സ് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോയുമായി പിന്നെയും കാണാം. എല്ലാവർക്കും സ്നേഹം. ബൈ.